SNDPയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ വെള്ളാപ്പള്ളി നടേശനെ മുക്കാലിൽ കെട്ടി ചാട്ടവാറ് കൊണ്ടടിച്ച് കാളവണ്ടിയിൽ വല്ല UPക്കോ അതോ മറ്റു ചില പ്രത്യേക സ്ഥലങ്ങളിലേക്കോ അയക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ഞാൻ എന്നെക്കൊണ്ട് ഇത്രയും ശക്തമായ രീതിയിൽ, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് മാത്രമല്ല, ഒരുപക്ഷെ മലയാളത്തിലുള്ള മലയാളികളുടെ, കേരളത്തെ സ്നേഹിക്കുന്ന, മതനിരപേക്ഷതയെ സ്നേഹിക്കുന്ന, വർഗീയതയ്ക്കെതിരെ ശക്തമായ പടയൊരുക്കം നടത്തുന്ന ഏതൊരു വ്യക്തിക്കും എന്റെ ഇതേ അഭിപ്രായങ്ങൾ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇത് വർഗീയവാദികൾക്കെതിരായിട്ടുള്ള ഒരു പ്രത്യേകതരം വീഡിയോ ആണ്. കാരണം കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വന്നിട്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ SNDP എന്ന് പറയുന്ന ഒരു സാമുദായിക സംഘടനയുടെ നേതാവായിട്ടുള്ള ഒരു വ്യക്തി, ഒരു പ്രത്യേക വിഭാഗം ജനങ്ങളെ മാത്രം പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി, മലപ്പുറം പോലുള്ള വർഗീയതയ്ക്കെതിരെ എന്നും ശക്തമായി പോരാടിയിട്ടുള്ളതും അതുപോലെ തന്നെ മതനിരപേക്ഷത എന്നും കാത്തു സൂക്ഷിക്കുന്നതുമായിട്ടുള്ള മലപ്പുറം പോലുള്ള ഒരു ജില്ലയിൽ വന്നിട്ട് അദ്ദേഹം ഒരു പരാമർശങ്ങൾ നടത്തുകയാണ്. മലപ്പുറം എന്ന് പറയുന്ന ഒരു പ്രത്യേക രാജ്യമാണെന്ന് അദ്ദേഹം പറയുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം വലിയൊരു ലിസ്റ്റ് ഓഫ് കാര്യങ്ങൾ മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചെല്ലാം ഞാൻ കൃത്യമായും വ്യക്തമായും ഈ വീഡിയോയിൽ നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാം. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്നും അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളിലാണ് വസ്തുതയുള്ളതും എന്നും നമുക്ക് കൃത്യമായി പറയാം. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിൽ വസ്തുതയില്ല എന്നുള്ള കാര്യം ഒറ്റ വാക്കിൽ തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുമെങ്കിലും ഓരോ കാര്യത്തെക്കുറിച്ച് നമുക്ക് ഒന്നും കൂടെ പോയി അനലൈസ് ചെയ്ത് പറയാം. അതിനു മുൻപ് മലപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് വർഗീയതയാണ്, അവിടെ മറ്റു ജാതിക്കാർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അദ്ദേഹം പറയുകയാണ്. എനിക്കറിയാവുന്ന 2 സുഹൃത്തുക്കൾ മലപ്പുറത്തുണ്ട്. എന്റെ ഒരു വളരെ അടുത്ത ഫ്രണ്ട് ആയിട്ടുള്ള ഒരു അബ്ദുൽ ഖാദറിന്റെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന 2 ആൾക്കാർ, എന്റെ വളരെയധികം ഞാനുമായി അടുപ്പമുള്ള 2 ആൾക്കാരെ എനിക്ക് വ്യക്തിപരമായി അറിയാം. ഒന്നാമത്തെ ആളുടെ പേരാണ് കൃഷ്ണേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, രണ്ടാമത്തേത് ഔസൈബുട്ടി ചായനും. ഈ 2 വ്യക്തികൾ എന്ന് പറയുന്നത് ഈ പറയുന്ന മുസ്ലിം വിഭാഗത്തിൽ പെടുന്ന ഒരു 2 വ്യക്തികളല്ല ഇവർ രണ്ടുപേരും. ഇവരൊരാൾ ഹിന്ദു മതത്തിലും ഒരാൾ ക്രിസ്തീയ മതത്തിലും പെടുന്ന ഒരു വ്യക്തികളാണ്. ഈ കൃഷ്ണേട്ടന്റെ കാര്യം പറയുകയാണ്. ഞാൻ കൃഷ്ണേട്ടനെ വിളിച്ചു ചോദിച്ചു, കൃഷ്ണേട്ട, വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ഇത്രയും സാമുദായിക നേതാവ് പറയുകയാണ് നിങ്ങൾക്ക് അവിടെ സ്വസ്ഥമായി ശ്വാസം പോലും വിടാൻ പറ്റുന്നില്ല എന്ന്. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് ഞാൻ കൃഷ്ണേട്ടനെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം 4-5 നേരവും ബാങ്ക് വിളിയുണ്ട് മലപ്പുറത്ത് മാത്രമല്ല എല്ലാ മുസ്ലിം പള്ളികളിലും ഉണ്ടായിരിക്കും. പക്ഷെ മലപ്പുറത്ത് കുറച്ചും കൂടെ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ എല്ലായിടത്തും ബാങ്ക് വിളികളുടെ ശബ്ദം കേൾക്കും. അത് കൃത്യമായി 5 നേരവും അദ്ദേഹം 5 ബാങ്ക് വിളികൾ അദ്ദേഹം കാണുന്നത് ഒരു അലാറമായിട്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ബാങ്ക് വിളികളുടെ ശബ്ദത്തെ അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുള്ള ഒരു വ്യക്തിയായിട്ടാണ് മലപ്പുറത്ത് താമസിക്കുന്ന കൃഷ്ണേട്ടൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അതുപോലെ തന്നെ ഔസൈബുട്ടി ചായന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ മൂത്ത മകളെ കെട്ടിച്ചു കൊടുത്തിരിക്കുന്ന ഒരു മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ പോലും ലവ് ജിഹാദിന്റെ കണ്ണുകളിൽ കൂടെ നിന്ന് കാണാതെ അദ്ദേഹം സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വന്തം മകളെ കെട്ടിച്ചു കൊടുക്കാൻ അദ്ദേഹം കാണിച്ച മനസ്സിന്റെ പേരാണ് കേരളത്തിൽ വർഗീയതയ്ക്കെതിരായിട്ടുള്ള മതസൗഹാർദ്ദം എന്ന് പറയുന്നത്. അത് ലവ് ജിഹാദ് അല്ല, അത് വെറും മനുഷ്യ സ്നേഹം എന്ന് മാത്രമേ നമുക്ക് അതിനെ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറ്റു ചില കാര്യങ്ങളോട് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം പറയുകയാണ് മലപ്പുറത്ത് ബാക്കി ഹിന്ദുക്കളും ക്രിസ്ത്യൻസുകളും ജീവിക്കുന്നത് ഭയന്ന് ജീവിക്കുന്ന ഒരു വിഭാഗപ്പെട്ട ആൾക്കാരല്ല മലപ്പുറത്ത് താമസിക്കുന്നത്. പിന്നെ അവിടെ പറയുന്നത് സ്വസ്ഥമായിട്ട് വായു ശ്വസിക്കാൻ അവർക്ക് പറ്റില്ലെന്ന്. ആർക്ക്? ഈ അന്യ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് സ്വസ്ഥമായി വായു ശ്വസിക്കാൻ പറ്റില്ലെന്ന് അദ്ദേഹം പറയുകയാണ്. എങ്ങനെയാണ് വായു ശ്വസിക്കാൻ പോലും സ്വസ്ഥതയില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം വർഗീയ വിഷമാണ് അദ്ദേഹം ജനങ്ങളുടെ മനസ്സിലേക്ക് കുത്തിവെക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ പറയുന്നത് സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ സ്ഥലമില്ലെന്ന്. ആരാണ് മലപ്പുറത്ത് വന്നിട്ടാണ് അദ്ദേഹം ഇതുപോലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളത്? വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുള്ള ഇത്രയും വർഗീയ വിദ്വേഷങ്ങൾ നടത്തിയത് കോട്ടയത്തോ തിരുവനന്തപുരത്തോ അല്ല, മറിച്ച് മലപ്പുറത്ത് പറഞ്ഞിരിക്കുന്നത്. മലപ്പുറം പോലുള്ള സ്ഥലത്ത് വന്നിട്ട് ഏത് രീതിയിലുമുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് അദ്ദേഹം 2 കാലും 2 കൈയോടും കൂടി തന്നെ തിരിച്ച് അദ്ദേഹത്തിന്റെ സഭവനത്തിലേക്ക് പോയതിന്റെ കാരണം. അവിടെയാണ് പറയുന്നത് അഭിപ്രായം പറയാൻ സ്ഥലമില്ലെന്ന്. പിന്നെ പറയുകയാണ് മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്ന്. മലപ്പുറം ഒരിക്കലും ഒരു പ്രത്യേക രാജ്യമല്ല. കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകം മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമായിട്ടാണ് മലപ്പുറത്തെ മലയാളികൾ കാണുന്നത്. പിന്നെ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു വർഗീയ വിദ്വേഷം, ഒരു വർഗീയ വിഷം തുപ്പിയിട്ടാണ് പോയത്. മലപ്പുറത്തെ ഈഴവർക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും കാലം കഴിഞ്ഞിട്ടും 1947 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇത്രയും കാലം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും മലപ്പുറത്ത് ഈഴവർക്കും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് പോരാടി പാരമ്പര്യമുള്ള ആൾക്കാരാണ് മലപ്പുറത്ത് താമസിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അതിന്റെ മുൻനിരയിൽ നിന്ന് രാജ്യത്തിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി പോരാടിയിട്ടുള്ളവരിൽ പ്രമുഖരായിട്ടുള്ള പല വ്യക്തികളും മലപ്പുറത്ത് നിന്നുള്ളവരാണ്. അവർക്ക് നേടിക്കൊടുത്ത സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലല്ല അവർ നേതൃത്വം കൊടുത്തത്. മറിച്ച് ഇന്ത്യയിലുള്ള നാനാജാതി മതസ്ഥർക്കും വേണ്ടിയിട്ടാണ് മലപ്പുറത്തെ ആൾക്കാർ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ നടത്തിയത്. എന്നിട്ട് പറയുന്നു ഇവർക്ക് സ്വാതന്ത്ര്യമില്ലെന്ന്.
മലപ്പുറത്ത് താമസിക്കുന്ന 80% ആൾക്കാർ മുസ്ലിങ്ങളായിരിക്കും. അപ്പോൾ അവരോട് കുറച്ച് രീതിയിലൊക്കെയുള്ള അനുകമ്പാപൂർണമായിട്ടുള്ള നിലപാടുകൾ ബാക്കിയുള്ളവർക്ക് സ്വീകരിക്കേണ്ടി വരും. പക്ഷേ അതെന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിനോ ഫ്രീഡത്തിനോ എതിരായിട്ടുള്ള ഒരു കാര്യമല്ല. അങ്ങനെ അവരൊക്കെ നേടിത്തന്ന സ്വാതന്ത്ര്യത്തിലാണ് ഇന്ന് കേരളത്തിലെ എല്ലാ ക്രിസ്ത്യൻസും ഹിന്ദുക്കളും ഒക്കെ ജീവിക്കുന്നത്. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അവർ പറയുന്നു മലപ്പുറത്തെ ഹിന്ദുക്കള് ക്രിസ്ത്യൻസ് എന്നൊക്കെ പറയുന്നത് വെറും വോട്ട് കുത്തി യന്ത്രങ്ങൾ മാത്രമാണ്. വോട്ട് ചെയ്യേണ്ട സമയത്ത് വന്ന് ജസ്റ്റ് വോട്ട് കുത്തിയിട്ട് പോകുന്ന ഒരു ഉപകാരം മാത്രമേ, അല്ലെങ്കിൽ ഒരു 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 പ്രവൃത്തി മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നു. അതുകൊണ്ട് എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇതിനെല്ലാം കാരണക്കാര് നിങ്ങൾ ഹിന്ദുക്കൾ തന്നെയാണെന്ന് പറയുന്നു. കാരണം എന്താ? നിങ്ങൾ അതിക്രമങ്ങളോ അക്രമങ്ങളോ പ്രതിഷേധങ്ങളോ കാണിക്കാത്തത് കൊണ്ടാണ് ഇപ്പോഴും ഈ പറയുന്ന ഫേക്ക് ആയിട്ടുള്ള സ്ഥിതി മലപ്പുറത്തുണ്ട് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കണമെന്ന് പറയുന്നു. കേരളത്തിൽ ഇതേപോലുള്ള ഇല്ലാത്ത കാര്യങ്ങൾ കേരളത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഇതിനെതിരെ വർഗീയമായിട്ട് മുസ്ലിങ്ങൾക്കെതിരെ ആഞ്ഞടിക്കണമെന്ന് പറയുന്ന ശബ്ദം ഉയർത്തണമെന്ന് വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരു വ്യക്തി കേരളത്തിന്റെ മണ്ണിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവൻ കേരളത്തിന്റെ മണ്ണിൽ ഇനി ഒരു നിമിഷം പോലും ഈ നിലപാടുകൾ കൊണ്ട് ജീവിക്കാൻ കേരള ജനത സമ്മതിക്കാൻ പാടില്ലാത്തൊരു വ്യക്തി. കേരളത്തിൽ താമസിക്കുന്ന നല്ലവരായിട്ടുള്ള മുസ്ലിങ്ങൾക്കെതിരെ ഏതൊരു ശക്തിയും ശബ്ദമുയർത്തിയാൽ അവർക്കെല്ലാം എതിരായി കേരള ജനത മുഴുവൻ ഒന്നിച്ചു നിൽക്കണം. കേരള സർക്കാർ മുഴുവൻ ഒന്നിച്ചു നിൽക്കണം. നമുക്കറിയാം, ലക്ഷദ്വീപിൽ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവിടെ ഏറ്റവും ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളാണ്. അവർക്ക് വേണ്ടി ശക്തമായ നിലപാടെടുക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിലെ സമൂഹം എന്ന് പറയുന്നതും കേരളത്തിലെ ഗവൺമെന്റ് എന്ന് പറയുന്നതും. അതുകൊണ്ട് തന്നെ ഇനിയും ഏതെങ്കിലും ഒരു മുസ്ലിം എന്നതിലുപരി ഏതെങ്കിലും ഒരു ന്യൂനപക്ഷത്തിലെ പ്രധാനമായിട്ടുള്ള ഒരു മുസ്ലിമിനെ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും അപമാനിച്ചു കഴിഞ്ഞാൽ അവർക്ക് അനുകൂലമായിട്ട്, മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ട് ഈ പ്രതികരിച്ചവർക്കോ ഈ ആക്രമണം നടത്തിയവർക്കോ എതിരെ, അല്ലെങ്കിൽ ഈ വർഗീയ വിദ്വേഷം നടത്തിയവർക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി നിന്ന് പറ്റുമെങ്കിൽ നിയമസഭയിൽ ഒരു പ്രമേയം കൂടെ പാസ്സാക്കിക്കൊണ്ട് ഇവരോടുള്ള ഐക്യദാർഢ്യം നമ്മൾ പ്രഖ്യാപിക്കണം. വെള്ളാപ്പള്ളി നടേശനെ കോടതിയിലേക്ക് അയച്ച് കേസ് നയിച്ച്, അല്ലെങ്കിൽ നമ്മൾ തന്നെ അദ്ദേഹത്തെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കാളവണ്ടിയിൽ കയറ്റി വല്ല യുപിക്കോ അല്ലെങ്കിൽ വല്ല ബീഹാറിലേക്കോ അയക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ മലപ്പുറത്തെ ഹിന്ദുക്കൾക്ക് പഠിക്കാൻ ഒരു നല്ല വിദ്യാഭ്യാസ സ്ഥാപനമില്ലെന്ന് അദ്ദേഹം പറയുകയാണ്. നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയത്തില്ല, കേരളത്തിൽ ഏറ്റവും അധികം 10ാം ക്ലാസ്സിൽ ഏറ്റവും അധികം A+ കിട്ടുന്ന കുട്ടികളുള്ള ജില്ല എന്ന് പറയുന്നത് മലപ്പുറമാണ്. അപ്പോൾ നിങ്ങൾ പറയും, കേരളത്തിന്റെ 80 ലക്ഷത്തോളം വരുന്ന ആൾക്കാർ കേരളത്തിൽ ജീവിക്കുന്ന മലപ്പുറത്താണ്, നിങ്ങൾക്ക് ഭയങ്കരധികം ജനസംഖ്യ ആയതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ മലപ്പുറത്തേക്ക് എത്തിക്കുന്നതെന്ന്. അള്ളാഹു തന്ന കഴിവാണ് പ്രത്യുൽപാദന കഴിവെന്ന് പറയുന്നത്. ആ കഴിവ് വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. അതുകൊണ്ട് ഇനിയും അവാർഡുകളും റെക്കോർഡുകളും കാര്യങ്ങളും എല്ലാം മലപ്പുറത്തെ തേടിയെത്തും. അതിനൊന്നും ആരും വിഷമിച്ചിട്ട് കാര്യമില്ല.